ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കിലായിരിക്കില്ലേ? പിള്ളേരെക്കാട്ട് കൂടുതൽ തിരക്ക് അമ്മമാർക്ക് തന്നെ ആയിരിക്കും. ആ ഒരു പരീക്ഷയുടെ തലേ ദിവസമായിരിക്കില്ല നമുക്ക് കൂടുതൽ ചൂടുണ്ടായിരിക്കുക. അപ്പോൾ സനുവിന് ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ സനു. പിന്നെ നമുക്ക് ആ പരീക്ഷയുടെ തലേ ദിവസം തീരെ ടൈമില്ല. നമ്മുടെ ഇവിടെ മാരിമ്മൻ പൂജയാണ്. അപ്പോൾ രാത്രിയൊക്കെ ഫുള്ള് ഉറക്കമൊഴിച്ചിരുന്നിട്ട് പഠിക്കലൊന്നും പ്രത്യേകിച്ച് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചാപ്റ്റേഴ്സൊക്കെ തീർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സനുവിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അവർക്ക് അധികമൊന്നും പഠിക്കാനുണ്ടാവില്ലല്ലോ. അവർ അന്നന്ന് സ്കൂളിൽ നിന്നുള്ളത് പഠിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ അധികമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ തലേ ദിവസം ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാലും മതി. പക്ഷേ നമ്മുടെ ഈ മാരിമ്പൂജ ടൈമിൽ ബാക്കിയുള്ള പിള്ളേർക്ക്, അതായത് 7ാം ക്ലാസ്, 8, 9 ആ ഒരു +2 ആ ലെവലൊക്കെ ഉള്ള പിള്ളേർക്ക് ഭയങ്കര ടെൻഷനും, നമുക്ക് ചിലപ്പോൾ അമ്പലത്തിൽ കൂടാൻ പറ്റില്ല. ആ ഒരു കാറ്റഗറിയിലുള്ള പിള്ളേർക്കാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്ക് രാത്രി ഉറക്കം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ എക്സാമിന് പോകണം. അങ്ങനത്തെ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി ഫുള്ള് താലം പിടിച്ചിട്ട് മാവളൊക്കെ എടുത്തിട്ടൊക്കെ 2-3 മണിക്കാവും വീട്ടിൽ വന്ന് കയറുക. എന്നിട്ട് പിറ്റേ ദിവസം അതേപോലെ 6 മണിക്ക് നീച്ച് എക്സാമിനൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു മാരിമ്പൂജ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ആഘോഷം, ഞങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് മാരിമ്പൂജ. ഇപ്പോൾ ഇതേ 1-2 ആഴ്ചയായിട്ട് നമ്മൾ നോൽമ്പിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നോണൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉള്ള തട്ടിക്കൂട്ട് വെജ് കറികളൊക്കെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഞാനിതാ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഭയങ്കര അലർജിയുടെ പ്രശ്നമായിട്ട് ഏകദേശം 1 മാസത്തോളമായിട്ട്. അപ്പോൾ ഞാൻ അവസാനം സ്കിന്നിൻ്റെ ഡോക്ടറെ തന്നെ കാണിക്കുകയാണ്. ഒരാഴ്ച യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. എൻ്റെ കയ്യിലൊക്കെ ഫുള്ള് ഇങ്ങനെ നല്ല പോലെ അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷൊർണൂർ, ചുടുവലത്തൂർ സ്കിൻ കെയർ, ഓറഞ്ച് അവിടേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഓയിൽമെൻറ്റും ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ചയ്ക്ക് കഴിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ ഹോമിയോ ആയിട്ടും ആയുർവേദമായിട്ടും അങ്ങനെ പല ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കത് കൂടുതലായിട്ട് ഇങ്ങനെ പുറത്ത് കാണിക്കാന്നല്ലാണ്ട് പെട്ടെന്ന് മാറുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. സാനുക്കുട്ടിയുടെ സ്ലേറ്റ് ശ്രദ്ധിച്ചവരാരെങ്കിലും ഉണ്ടോ? ആകെ ഓട്ടയൊക്കെ വന്ന് പൊട്ടാറായിട്ടുണ്ട്. ഇനി എന്തായാലും 2 ദിവസമേ ഉള്ളൂ. എക്സാം കഴിഞ്ഞാൽ സ്ലേറ്റൊക്കെ ഉപേക്ഷിക്കാറായല്ലോ. ഇനിയിപ്പോൾ അടുത്ത വർഷം എന്തായാലും പുതിയത് വാങ്ങണം. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ആഴ്ചയിലാണ് ഏകദേശം ഈ ഒരു സ്ലേറ്റിൻ്റെ കോലം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത കൊല്ലം പുതിയത് വാങ്ങണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ മാരിമ്മൻ പൂജ. അപ്പോൾ നമ്മുടെ വീട്ടുപണികളൊക്കെ വേഗം തീർത്ത് എല്ലാവരും മാരിങ്കോവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വിളക്കൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയുള്ള മാരിമ്മൻ പൂജയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം വലിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ ആ ഒരു മാരിങ്കോവിൽ പ്രസൻറ്റ് ചെയ്യുക. ഇപ്രാവശ്യം ഞങ്ങൾ പെൺപടകളൊന്ന് ഇറങ്ങി തിരിച്ചാലോ? എങ്ങനെ ഇരിക്കും? അപ്പോൾ അതിൻ്റെ മുൻകൂറായിട്ട് നമ്മളവിടെ കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ രൂപം, കാല്, കണ്ണടക്ക്, കൈ, അങ്ങനെ പല രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കുകയാണ്. അവിടെ ഫുള്ള് ഞങ്ങൾ സ്ത്രീകൾ കോർഡിനേറ്റ് ചെയ്യാന്നല്ല കേട്ടോ, നമ്മളും അതിൽ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് ഫുഡ്, അന്നദാനത്തിൻ്റെ കാര്യങ്ങൾ ആണുങ്ങൾ മാത്രമല്ലാണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളും കൂടിയിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് വിളമ്പാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കൂടുക. കഴിഞ്ഞ വർഷത്തെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. മാരിമ്മൻ പൂജയ്ക്ക് മാരിമ്മയ്ക്ക് കുമ്പം നിറയ്ക്കാനുള്ള കുപ്പിവളകളും അങ്ങനെ ഒരുപാട് വളക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കാണ്ട് ഒരുപാട് ടൈപ്പിലുള്ള പല സൈസിലുള്ള കുപ്പിവളകളാണ് ഉള്ളത്. മാരിമ്മയ്ക്ക് ചാർത്തിയ വളകളല്ലേ, അപ്പോൾ അത് കുഞ്ഞു പിള്ളേർക്ക് ഇടുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയുടെ കയ്യിലൊക്കെ നിറച്ച് വളട്ടുണ്ട് കേട്ടോ. ഈ ഒരു 4 ദിവസം നമ്മുടെ മാരിമ്പൂജയുടെ വെയിറ്റിങ്ങിലാണ്. നമുക്കൊരു പ്രത്യേക ഹരം തന്നെയാണ് ഈ മാരിമ്പൂജ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഓരോ ദിവസം വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. പുതിയ വീഡിയോ ആയിട്ട് വരാം.